ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്ക് യുവർ കോർണറിൻ്റെ ഈ ആഴ്ചയിലെ ഫ്രൂട്ട് പ്ലാന്റ് സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സേ ഉള്ളൂ, പക്ഷേ ഉള്ളത് വളരെ ഗുണമേന്മയേറിയ പുതിയ ഇനം വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് കണ്ടാലോ. സെയിലിനുള്ള ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് റംബൂട്ടാൻ്റെ സ്കൂൾ ബോയ് വെറൈറ്റിയാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുമന്ന് ഉരുണ്ട് ഉണ്ടുണ്ടാപ്പിയായിട്ടുള്ള ഫ്രൂട്ട്സ് അതിലുണ്ടാവുക. ഈ ഒരു വെറൈറ്റി ഇറങ്ങിയിട്ട് കുറച്ച് നാളായ ഒരു മലേഷ്യൻ വെറൈറ്റിയാണ്. ഇത് ഓൾറെഡി നട്ട് കായ്ഫലൊക്കെ അനുഭവിച്ച് തുടങ്ങിയ കുറേ പേരുണ്ടാവും. സെയിലിനായിട്ട് ഇതിൻ്റെ 2 സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ്, എന്ന് വെച്ചാൽ നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് 470 രൂപയാണ്. ഇത് കുറച്ചും കൂടെ ചെറിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 350 രൂപയാണ്. അപ്പോൾ സ്കൂൾ ബോയിന് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അടുത്ത റംബൂട്ടാനിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് N18. റംബൂട്ടാൻ വെറൈറ്റീസിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് ഈ ഒരു റംബൂട്ടാൻ വെറൈറ്റിയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രൂട്ടിൽ വാട്ടർ കണ്ടൻറ്റ് ഒത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവില്ല സംഭവം. ഇതങ്ങനെ കൊലയായിട്ട് കായ്ക്കുകയും ചെയ്യുന്ന നല്ല ഓവൽ ഷേപ്പിലുള്ള ഫ്രൂട്ടാണ്. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. വിത്ത് മുളപ്പിച്ച പ്ലാന്റ്സ് അല്ല കേട്ടോ, എല്ലാം തന്നെ ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ്. റംബൂട്ടാൻ കായ്ക്കാറാവുന്ന സമയത്തൊക്കെ അതിന് നനവ് വളരെ കുറവേ കൊടുക്കാൻ പാടുള്ളൂ. അത്യാവശ്യം നല്ല സൂര്യപ്രകാശം വേണം, സൂപ്പറായിട്ട് കായ്ക്കും. അടുത്തത് ഒത്തിരി പോഷകമൂല്യങ്ങളുള്ള അവോക്കാഡോൻ്റെ പ്ലാന്റാണ്. ബട്ടർ ഫ്രൂട്ട് എന്നുള്ളൊരു പേരും അതിനുണ്ട്. നമുക്കറിയാം ഇത് ഒത്തിരി ടേസ്റ്റുള്ള ഫ്രൂട്ടൊന്നുമല്ല, പക്ഷേ നമ്മൾ വൺസ് ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിതിന് അഡിക്റ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കണവരാണെങ്കിൽ എത്ര വില കൊടുത്തിട്ടായാലും ഇത് വാങ്ങി കഴിക്കുക തന്നെ ചെയ്യും. അതുപോലെ നല്ല വിലയുണ്ട് കേട്ടോ മാർക്കറ്റിൽ ഇതിന്. എനിക്കിതിൻ്റെ ഫ്രൂട്ട് എപ്പോഴും കിട്ടിക്കഴിയുമ്പോൾ അത് ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് കഴിക്കണ ഇഷ്ടം. പക്ഷേ ഏറെ പേരും ഇത് ഒരു മിൽക്ക് ഷേക്ക് പോലെ ആക്കി കഴിക്കുക പതിവ്. ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് 280 രൂപയാണ് റേറ്റ്. അവോക്കാഡോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ കാലാവസ്ഥയിലും തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. സെയിൽ ലിസ്റ്റിലെ അടുത്ത വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് റെഡ് ഡയമണ്ട് പേരയാണ്. റെഡ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൻ്റെ ഉൾവശം നല്ല ചുമന്ന കളറിലാണ് ഇരിക്കുക. നല്ല മധുരമുള്ള പേരയ്ക്ക് കേട്ടോ ഇതിലുണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് 320 രൂപയാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാവ് മൂവാണ്ടൻ മാവ്. മൂവാണ്ടൻ മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ അല്ലേ. ഇത് മൂവാണ്ടൻ മാവിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അങ്ങനെ ആകുമ്പം സീഡ് മുളപ്പിച്ച പ്ലാന്റ് പോലെയല്ലല്ലോ, വലിയ കാലതാമസം ഇല്ലാണ്ട് തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. മൂവാണ്ടൻ മാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ പ്ലാന്റ് വേണ്ടവർക്ക് 250 രൂപയ്ക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ കൊലയായിട്ട് കുനുകുനാ നിറഞ്ഞ് കായ്ക്കുന്ന മുന്തിരിപ്പേരയാണ്. ഇതിൻ്റെ നിപ്പ് കാണാൻ തന്നെ നല്ല രസമല്ലേ. വളരെ ഒതുങ്ങി വളരെയും എന്നാൽ നിറഞ്ഞ് കായ്ക്കുകയും ചെയ്യുന്നൊരു പേരയുടെ വെറൈറ്റിയാണിത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ കുഞ്ഞു കായ്കളോടാണ് വലിയ താല്പര്യം. ലൂബിക്ക, നെല്ലിക്ക, കുഞ്ഞു പേരയ്ക്കകൾ, കാരയ്ക്ക, അങ്ങനെയൊക്കെയുള്ള കുരു എന്നുള്ള ഫ്രൂട്ട്സൊക്കെയാണ് പിള്ളേർ ഇഷ്ടപ്പെടുക. ഇതിങ്ങനെ മുറിച്ച് വെച്ച് കഷ്ണമായിട്ടൊക്കെ കഴിക്കണേക്കാൾ ഒറ്റയടിക്ക് കടിച്ച് മുറിച്ച് വിഴുങ്ങാന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 100 റുപ്പീസാണ്. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് സ്വീറ്റ് സാന്തോളാണ്. നല്ല ഗോൾഡൻ കളറിൽ പഴങ്ങളുണ്ടാവും. നമ്മുടെ മംഗോസ്റ്റിനോട് ഏറെ സാമ്യമുള്ളൊരു ഫ്രൂട്ടാണിത്. വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു തണൽ മരമായിട്ട് കൂടെ വളർത്താൻ പറ്റുന്ന ഒരു ഫലവൃക്ഷമാണിത്. കാരണം ഇതിൻ്റെ ഇലകൾ കുറച്ച് വലിപ്പമുള്ള ഇലകളാണല്ലോ. ഇതിങ്ങനെ കുട പോലെ വിരിഞ്ഞ് നിൽക്കും. മംഗോസ്റ്റിൻ പോലെ തന്നെ സീഡിൻ്റെ മുകളിലുള്ള ഒരു ഫ്ലഷ് ഏരിയയാണ് ഇതിൻ്റെ കഴിക്കുക. ഇതിൻ്റെ തോട് കൊണ്ട് ചിലർ അച്ചാറിടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് സാന്തോളിൻ്റെ പ്ലാന്റ്സ് വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 450 രൂപയാണ്. 2-3 ആഴ്ചകളായിട്ട് ഞാനിപ്പം എല്ലാ ആഴ്ചയിലും ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇപ്പം നമുക്ക് ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഇപ്പോഴാണ് നമുക്കത് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സമയം. വീട് മോടി പിടിപ്പിക്കാനായിട്ടൊക്കെ നമ്മൾ ഒത്തിരി പൈസ ചിലവാക്കിയ പ്ലാന്റ്സ് വാങ്ങാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഒരുപടി കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് കൊടുക്കണം. സ്ഥലമുള്ളവർ പ്രത്യേകിച്ചും. ഒരു 5-8 വെറൈറ്റി പ്ലാന്റ്സ് എങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് എപ്പോഴെങ്കിലുമൊക്കെ കായ്ച്ച് നിൽക്കുമല്ലോ. അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങാണ്ട് നമുക്ക് വിഷമൊന്നുമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാമല്ലോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്ത് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ്. ഫ്രൂട്ട് പ്ലാന്റ്സിന് എപ്പോഴും കൊറിയർ ചാർജ് കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ മറ്റ് പ്ലാന്റ്സിനേക്കാളും. പലർക്കും ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ അടുത്ത ആഴ്ച തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.